ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്, സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി സീവിയർ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. ഇടിവിന് ചില സമയങ്ങളിൽ ഒരു റീസൺ ഉണ്ടാവും, ചില സമയങ്ങളിൽ റീസൺ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇന്ന് എന്നാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ആ റീസണിലേക്ക് നമുക്ക് പോകാം. US പ്രസിഡന്റ് ട്രംപ് ഗ്രീൻലാൻഡ് അക്യൂർ ചെയ്യുകയാണുള്ളത്. അപ്പോൾ ഈ ഗ്രീൻലാൻഡ് അക്യൂർ ചെയ്യുന്നതിനെതിരെ യൂറോപ്യൻ സഖ്യം ഇതിനെതിരാണ്. ഡെൻമാർക്കാണ് പ്രധാനപ്പെട്ട ഒരു എതിരാളി. അപ്പോൾ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് 10% താരിഫ്, UK ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് മേൽ 10% ഒരു താരിഫാണ് ട്രംപ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചത്. അതാണ് ഒരു യൂറോപ്യൻ മേഖലകളിൽ ഇടിവിനും ഗോൾഡും സിൽവറും അതിശക്തമായിട്ട് റാലി രേഖപ്പെടുത്താനായിട്ടൊരു റീസൺ. പിന്നെ നമുക്ക് ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. ICICI ബാങ്ക്, റിലയൻസ്, വിപ്രോ. ഇതിൽ ICICI ബാങ്കും റിലയൻസിൻ്റെയും റിസൾട്ട് മോശമായിരുന്നു. വിപ്രോയുടെ റിസൾട്ട് മോശമായിരുന്നു. വിപ്രോ ADRൽ ഓൾറെഡി തന്നെ 7% ഒരു ഇടിവ് കണ്ടു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ടതായിരുന്നു അത്. അപ്പോൾ അത് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി US ഇന്ന് മാർട്ടിൻ ലൂതർ കിങ് ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. എങ്കിൽ കൂടിയും US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വലിയ തോതിൽ നെഗറ്റീവായൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ FIസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജാനുവരി മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് അവർ ബൈ നടത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും അവർ സെല്ലേഴ്സായിരുന്നു. നിഫ്റ്റി 50-ലെ 30ഓളം സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തി. സെക്ടറിൽ FMCG മാത്രം പിടിച്ചു നിന്നു. മറ്റുള്ള എല്ലാ സെക്ടറിലും ഇടിവ് രേഖപ്പെടുത്തി. മാർക്കറ്റ് സമ്പൂർണ്ണമായിട്ടൊരു ഇടിവുണ്ടായ ഒരു ദിവസം എന്ന് വേണം പറയാൻ. നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സായിട്ടുള്ളത് ഇൻഡിഗോ, ടെക്കം, HUL, കൊട്ടാക് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ് ആണ്. ഇടിവ് രേഖപ്പെടുത്തിയത് വിപ്രോ, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, എറ്റേണൽ, ICICI ബാങ്ക്. വിപ്രോ ADRൽ ഇടിവ് രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടിരുന്നു. എക്സാക്റ്റ് അത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $68 ഉയർന്ന് 4663, സിൽവർ $4 ഉയർന്ന് 93, ബിറ്റ്കോയിൻ 2000 പോയിന്റ് ഇടിഞ്ഞ് 92, ബ്രന്റ് ഓയിൽ 63, ഗിഫ്റ്റ് നിഫ്റ്റി പോട്ടെ. ഡോ ഫ്യൂച്ചർ കാണാം 464 പോയിന്റ് ഇടിവ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ മിക്സ്ഡ് അല്ലെങ്കിൽ ഇടിവിൽ. ഇന്ത്യ വിക്സ് 4% സ്പൈക്ക് ചെയ്ത് 11. ഡാക്സ്, CAC 40, FTSE യൂറോപ്യൻ മേഖല 3 വർക്കിംഗ് ആണ്. 3 സമ്പൂർണ്ണമായിട്ടുള്ള ഇടിവിലാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. പാരാസ് ഡിഫൻസ്. അതിനു മുമ്പ് വളരെ കുറഞ്ഞ സമയമെടുത്താൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരുടെയും സമയം നമ്മൾ കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഗ്രൂപ്പിലേക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. കാരണം ഇത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, എൻ്റയർ ഗ്ലോബൽ എക്കണോമിക് കാര്യങ്ങൾ നമ്മളിതിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരുമ്പോൾ പാരാസ് ഡിഫൻസ് അവർ സെമി കണ്ടക്ടർ യൂണിറ്റ് അവർ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. L&T മൈട്രി റിസൾട്ട് വന്നു. 1400 കോടി രൂപയിൽ നിന്ന് 970 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് അതിന് ശേഷമാണ് വന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് നെറ്റ് പ്രോഫിറ്റ് അവർ 2680 നിന്ന് 3900 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ തന്നെ കമ്പനി പുതിയ ഫെർട്ടിലൈസർ പ്ലാന്റ് അവർ ഉയർത്തുകയാണെന്നുള്ള ന്യൂസ് കാരണം സ്റ്റോക്ക് ഇന്ന് ഒരു 3.5% റാലി കണ്ടു. IRFC നെറ്റ് പ്രോഫിറ്റ് 1630 നിന്ന് 1800 പ്രോഫിറ്റ് ഉയർന്നു. എന്നാലും സ്റ്റോക്ക് 1% ഇടിഞ്ഞു. PNB നെറ്റ് പ്രോഫിറ്റ് 4500 നിന്ന് 5100 ഉയർന്നു. പക്ഷേ ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞു. അതുകൊണ്ട് സ്റ്റോക്ക് ഇന്ന് 3.5% ഇടിഞ്ഞു. ടിപ്സി മ്യൂസിക് അവർ 44 കോടി രൂപയിൽ നിന്ന് 58 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. എങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സ്റ്റോക്ക് ഇന്ന് 2% ഇടിഞ്ഞു. അവാന്തി ഹോട്ടൽ എന്നാൽ 10% റാലി രേഖപ്പെടുത്തി. ഇവർ കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ അഗ്രോ 3% റാലി രേഖപ്പെടുത്തി. 40 കോടി രൂപയിൽ നിന്ന് 67 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി റഷ്യയായിട്ട് പുതിയ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കരാറിൽ ഏർപ്പെടുന്നുണ്ടെന്നുള്ള ന്യൂസ് സ്റ്റോക്ക് ഇന്ന് ഓൾമോസ്റ്റ് 2% റാലി രേഖപ്പെടുത്തി. L&T ഫിനാൻസ് കമ്പനി ലോൺ എല്ലാം തന്നെ അവർ ഗോൾഡ് ലോൺ
ഉയർത്തുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് ഏകദേശം ഒരു 1.2% റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ റിസൾട്ടൊക്കെ വരുന്നത് നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിലുണ്ട്. ബിസ്മേറ്റ് ട്രേഡ് ബഡ്ഡി ടാബ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കമ്പനികളുടെ റിസൾട്ടും അതനുസരിച്ചുള്ള പല തീരുമാനങ്ങളെല്ലാം തന്നെ നമുക്ക് എടുക്കാനായിട്ടൊക്കെ പറ്റും. ഇന്ന് വിപ്രോ ഇടിഞ്ഞത് നമ്മൾ കണ്ടിരുന്നു, ന്യൂസിൽ പറഞ്ഞിരുന്നു, ADR ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റാസ് വേണം. പരമാവധി ഡേറ്റാസ് നമ്മുടെ വെബ്സൈറ്റിലും അതല്ലാതെ നമ്മളുടെ ന്യൂസിലും പിന്നീടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, അതും സിയാദ് ഇല്ലിഗൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.